നമസ്കാരം. കൊറിയ 50കളിൽ സംഘർഷഭരിതമായി. കൊറിയയെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനു കീഴിൽ ഏകീകരിക്കാൻ ഉദ്ദേശിച്ച് സ്റ്റാലിന്റെയും മാവോ സേ തൂങ്ങിന്റെയും അനുഗ്രഹ ആശിസോടെ കിം ഇൽ സുങ്ങിന്റെ വടക്കൻ കൊറിയൻ സൈന്യം 38 പാരലൽ കടന്ന് തെക്കൻ കൊറിയയെ ആക്രമിച്ചു. 3 വർഷം നീണ്ടുനിന്ന കൊറിയൻ യുദ്ധം ഏകദേശം 50 ലക്ഷം ജീവൻ എടുത്തു എന്ന് കണക്കാക്കപ്പെടുന്നു. 1910 തൊട്ട് 1945 വരെ കൊറിയ ജപ്പാന്റെ അധീനതയിലായിരുന്നു. 1945 ഫെബ്രുവരിയിൽ നടന്ന യാൾട്ട കോൺഫറൻസിൽ ജർമ്മനി കീഴടങ്ങിയതിനു ശേഷം സോവിയറ്റ് യൂണിയൻ ജപ്പാനെതിരെ യുദ്ധം ചെയ്യാം എന്ന് തത്വത്തിൽ ധാരണയായി. 1945 ജൂലൈ 26 സഖ്യകക്ഷികൾ നടത്തിയ പോസ്റ്റ്ഡാം ഡിക്ലറേഷൻ അനുസരിച്ച് ജപ്പാൻ നിരുപാധികം കീഴടങ്ങിയില്ലെങ്കിൽ മുച്ചോട് നശിപ്പിച്ചു കളയും എന്ന് അന്ത്യശാസനം നൽകി. ഇതിനോട് വളരെ തണുത്ത പ്രതികരണം നടത്തിയതുകൊണ്ടാണ് ഓഗസ്റ്റ് 6-നും 9-നും അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിച്ചത്. ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച അതേ ദിവസം തന്നെ സോവിയറ്റ് യൂണിയൻ 1941-ലെ സോവിയറ്റ് ജാപ്പനീസ് ന്യൂട്രാലിറ്റി പാക്ട് ഏകപക്ഷീയമായി റദ്ദാക്കി ജാപ്പനീസ് അധീനതയിലായിരുന്ന മാഞ്ചൂരിയ ആക്രമിച്ചു. ജപ്പാൻ കീഴടങ്ങിയതിനു ശേഷം കൊറിയയെ അക്ഷാംശ രേഖ 34 പാരലിൽ വെച്ച് രണ്ടായി ഭാഗം വെച്ചു. വടക്കുഭാഗം സോവിയറ്റ് യൂണിയന്റെ അധീനതയിലും തെക്കുഭാഗം അമേരിക്കയുടെ അധീനതയിലുമായി വിഭജിക്കപ്പെട്ടു. താൽക്കാലികമായ ഒരു നീക്കുപോക്കായിട്ടാണ് അന്ന് കൊറിയ വിഭജിക്കപ്പെട്ടത്. എന്നാൽ ശീതയുദ്ധ കാലഘട്ടത്തിലെ രാഷ്ട്രീയം കൊറിയയുടെ രാഷ്ട്രീയ ഏകീകരണം അസാധ്യമാക്കി. കൊറിയയിൽ 1948-ൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഫ്രീ ഇലക്ഷൻ നടത്താനുള്ള പ്രമേയം അമേരിക്ക കൊണ്ടുവന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ അതിനെ വീറ്റോ ചെയ്തു. ഇതിനെ തുടർന്ന് തെക്കൻ കൊറിയയിൽ സിംഗ് മാൻറിയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഗവൺമെന്റ് രൂപീകരിച്ചു. സോവിയറ്റ് യൂണിയൻ ഇതിനോട് പ്രതികരിച്ചത് വടക്കൻ കൊറിയയിൽ കിം ഇൽ സുങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപീകരിച്ചിട്ടായിരുന്നു. കൊറിയയെ രാഷ്ട്രീയമായി ഏകീകരിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു കിം ഇൽ സുങ്ങിന് ഉണ്ടായിരുന്നത്. 1949-ൽ കിം ഇൽ സുങ് സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചപ്പോൾ കൊറിയയുടെ രാഷ്ട്രീയ ഏകീകരണം ചർച്ചയായി. എന്നാൽ ബെർലിൻ ബ്ലോക്കേഡ് നടന്നിരുന്ന സമയമായതുകൊണ്ട് സ്റ്റാലിൻ തെക്കൻ കൊറിയയെ ആക്രമിക്കുന്നതിൽ നിന്ന് കിം ഇൽ സുങ്ങിനെ വിലക്കി. എന്നാൽ 1949-ന്റെ അവസാനമാകുമ്പോഴേക്കും രാഷ്ട്രീയ പരിതസ്ഥിതി മാറിമറിഞ്ഞു. സോവിയറ്റ് യൂണിയൻ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി. ഇതോടെ അമേരിക്കയുടെ ന്യൂക്ലിയർ മോണോപോളിക്ക് അറുതിയായി. ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചെടുത്തു. സോവിയറ്റ് ചൈന ഫ്രണ്ട്ഷിപ്പ് എഗ്രിമെന്റ് കൂടി ആയതോടെ ഏഷ്യയിൽ ക്യാപിറ്റലിസ്റ്റുകൾക്കെതിരെ പുതിയ യുദ്ധമുഖം തുറന്നു. മാറിയ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തെക്കൻ കൊറിയ ആക്രമിക്കാൻ കിം ഇൽ സുങ്ങിന് സ്റ്റാലിൻ അനുമതി നൽകി. ഇതിനിടയിൽ 1948-ൽ സോവിയറ്റ് യൂണിയൻ അവരുടെ സൈന്യത്തെ വടക്കൻ കൊറിയയിൽ നിന്ന് പിൻവലിച്ചു. 1949 ജൂൺ മാസത്തിൽ 500-ൽ പരം സൈനികരെ കൊറിയയിൽ നിർത്തി ബാക്കിയുള്ള സൈനികരെ അമേരിക്കയും പിൻവലിച്ചു. 1950 ജൂൺ 25 ഞായറാഴ്ച രാവിലെ 1,35,000 കമ്മ്യൂണിസ്റ്റുകൾ 34 പാരൽ കടന്ന് തെക്കൻ കൊറിയയെ ആക്രമിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി വടക്കൻ കൊറിയയുടെ ആക്രമണത്തിനെതിരെ പ്രമേയം പാസാക്കുകയും ശത്രുതാ മനോഭാവം ഒഴിവാക്കി സൈന്യത്തെ ഉടൻ തന്നെ പിൻവലിക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് ചൈനയെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ സോവിയറ്റ് യൂണിയൻ രക്ഷാസമിതി ബഹിഷ്കരിച്ചിരുന്ന കാലമായിരുന്നു അത്. എന്തായാലും നോർത്ത് കൊറിയ UN പ്രമേയം അവഗണിക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് 27-ാം തീയതി UN രണ്ടാമതൊരു പ്രമേയം കൂടി കൊണ്ടുവന്നു. ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങൾ തെക്കൻ കൊറിയയെ ഈ യുദ്ധത്തിൽ സഹായിക്കും എന്നതായിരുന്നു രണ്ടാമത്തെ പ്രമേയം. ഈ പറഞ്ഞ 2 പ്രമേയങ്ങളെയും ഭാരതം അനുകൂലിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്തത്. ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റുകൾ തെക്കൻ കൊറിയയിലേക്കുള്ള അധിനിവേശം തുടരുകയും 28-ാം തീയതി തലസ്ഥാന നഗരിയായ സിയോൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റുകളുടെ ആക്രമണം തടയുന്നതിൽ തെക്കൻ കൊറിയൻ സൈന്യം ഫലപ്രദമായിരുന്നില്ല. സോവിയറ്റ് ടാങ്കുകളെ നേരിടാൻ പ്രാപ്തിയുള്ള ആന്റി ടാങ്ക് വെപ്പൺസിന്റെ അഭാവം തെക്കൻ കൊറിയൻ സൈന്യത്തിന്റെ പിന്മാറ്റം ദ്രുതഗതിയിലാക്കി. അമേരിക്കയുടെ വളരെ കുറച്ച് സൈനികരെ ആ സമയത്ത് തെക്കൻ കൊറിയയിൽ ഉണ്ടായിരുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് ആക്രമണത്തെ തുടർന്ന് ട്രൂമൻ ഭരണകൂടം ഉടനെ തന്നെ ജപ്പാനിൽ ഉണ്ടായിരുന്ന ഫാർ ഈസ്റ്റ് കമാൻഡിന്റെ ജനറൽ ആയിരുന്ന ഡഗ്ലസ് മക്കാർത്തറിനോട് വെടിക്കോപ്പുകളും മറ്റ് യുദ്ധ സാമഗ്രികളും ഉടനെ തന്നെ കൊറിയയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. ജൂൺ 26-ന് അമേരിക്കൻ നേവിയെയും എയർഫോഴ്സിനെയും വടക്കൻ കൊറിയയ്ക്ക് എതിരെ ഇറക്കി. ഇതോടൊപ്പം തന്നെ തുറമുഖ നഗരമായ പൂസാൻ സംരക്ഷിക്കാൻ ഗ്രൗണ്ട് ഫോഴ്സിനെയും ട്രൂമൻ കളത്തിലിറക്കി.
സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി മക്കാർത്തർ കൊറിയ സന്ദർശിക്കുകയും വടക്കൻ കൊറിയയിലേക്കുള്ള ജലമാർഗത്തിന് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂലൈ 7-ാം തീയതി ഐക്യരാഷ്ട്രസഭ കൊറിയയിലേക്ക് അമേരിക്കൻ കമാൻഡറുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത സേനയെ അയക്കാൻ തീരുമാനിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ പാസാക്കിയ മൂന്നാമത്തെ പ്രമേയത്തെ ഭാരതം അനുകൂലിച്ചിരുന്നില്ല. സൈന്യത്തെ അയച്ചിരുന്നില്ലെങ്കിലും ഭാരതം മെഡിക്കൽ സംഘത്തെ കൊറിയയിലേക്ക് അയച്ചു. മക്കാർത്തറായിരുന്നു UN സംയുക്ത സേനയുടെ കമാൻഡർ. US 8th ആർമിയുടെ കമാൻഡറായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ വാൾട്ടൺ H. വാൾക്കർ ആയിരുന്നു UN ഗ്രൗണ്ട് ഫോഴ്സിനെ നയിച്ചിരുന്നത്. അമേരിക്കൻ സൈന്യം പൊതുവെ ഒരു യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരുന്നു വസ്തുത. ഈ ന്യൂനതകൾ കാരണം കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം പരമാവധി തടയുക എന്ന തന്ത്രമാണ് ജനറൽ വാക്കർ ആദ്യം സ്വീകരിച്ചത്. ജൂലൈ അവസാനമാകുമ്പോഴേക്കും ഐക്യരാഷ്ട്രസഭയുടെ സംയുക്ത സൈന്യം കൊറിയയുടെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുസാനിലേക്ക് ചുരുങ്ങി. എന്നാൽ കമ്മ്യൂണിസ്റ്റുകളുടെ പുസാനിലേക്കുള്ള മുന്നേറ്റം പ്രതിരോധിക്കുന്നതിൽ സഖ്യസേന വിജയിച്ചു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സ്ഥിതിഗതികൾ മാറി. സെപ്റ്റംബർ മധ്യത്തോടെ ആൾബലത്തിന്റെ കാര്യത്തിലും വെടിക്കോപ്പുകളുടെ കാര്യത്തിലും റീഇൻഫോഴ്സ്മെന്റ് ലഭിച്ച സഖ്യസേന കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ഒരു ഒഫൻസിന് സജ്ജമായി. കൊറിയയുടെ തെക്കൻ ഭാഗങ്ങളിലേക്കുള്ള മുന്നേറ്റം വടക്കൻ കൊറിയയുടെ സൈനിക ബലം 34 പാരൽ ഉൾപ്പെടെയുള്ള മധ്യഭാഗത്ത് കുറച്ചു എന്ന ധാരണയിൽ ഇൻജോണിൽ രണ്ടാമത്തെ ഒരു യുദ്ധമുഖം സഖ്യസേന തുറന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന വലിയ സീബോൺ ഇൻവേഷൻ കൂടിയായിരുന്നു ഇത്. മേജർ ജനറൽ എഡ്വേർഡ് M. ആൽമണ്ടിന്റെ നേതൃത്വത്തിൽ 8600 തെക്കൻ കൊറിയൻ സൈനികർ കൂടി ഉൾപ്പെട്ട 7th ഇൻഫൻട്രി ഡിവിഷനും 1st മറൈൻ ഡിവിഷനും യാലോ റിവറിൽ സ്ഥിതി ചെയ്ത ഇൻജോൺ പോർട്ട് ആക്രമിച്ചു വരുതിയിലാക്കി. കമ്മ്യൂണിസ്റ്റുകളുടെ സപ്ലൈ റൂട്ട് പൊളിക്കുന്നതിനും തെക്കൻ കൊറിയയുടെ തലസ്ഥാന നഗരിയായ സിയോൾ വീണ്ടെടുക്കുന്നതിനും 8th ആർമി പുസാനിൽ നിന്ന് വടക്കോട്ട് മുന്നേറുന്ന പക്ഷം കമ്മ്യൂണിസ്റ്റുകളെ റിട്രീറ്റ് തടയുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു സഖ്യസേന ഇൻജോൺ പോർട്ട് ആക്രമിച്ചത്. സെപ്റ്റംബർ 16-ാം തീയതി 8th ആർമി പുസാനിൽ നിന്ന് വടക്കോട്ട് ആക്രമിച്ചു മുന്നേറാൻ ആരംഭിച്ചു. തലസ്ഥാന നഗരിയായ സിയോൾ 27-ന് സഖ്യസേന തിരിച്ചുപിടിച്ചു. സെപ്റ്റംബർ അവസാനമാവുമ്പോഴേക്കും തെക്കൻ കൊറിയയിൽ സംഘടിതമായ കമ്മ്യൂണിസ്റ്റ് സാന്നിധ്യം തീർത്തും ഇല്ലാതായി. ഇതിനോടൊപ്പം തന്നെ 38 പാരലൽ വീണ്ടെടുക്കുകയും ചെയ്തു. ഇനിയുള്ള വിഷയം വടക്കൻ കൊറിയയിലേക്ക് കടന്നു കയറണോ എന്ന് മാത്രമായിരുന്നു. ഇങ്ങനെ ചെയ്തത് വഴി സോവിയറ്റ് യൂണിയനുമായും ചൈനയുമായും നേരിട്ടുള്ള ഒരു യുദ്ധത്തിനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. എന്നാൽ ഒക്ടോബർ 9-ാം തീയതി UN സെക്യൂരിറ്റി കൗൺസിലിന്റെ തീരുമാനങ്ങളനുസരിച്ച് നോർത്ത് കൊറിയ ആക്രമിക്കാൻ സംയുക്ത സൈന്യത്തിന് അനുമതി ലഭിച്ചു. ഒക്ടോബർ 19ഓടെ നോർത്ത് കൊറിയയുടെ തലസ്ഥാന നഗരിയായ പിയോങ്യാങ് കീഴടക്കി. ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയും സഖ്യകക്ഷികളും കീഴടക്കിയ ഒരേയൊരു കമ്മ്യൂണിസ്റ്റ് തലസ്ഥാനം പിയോങ്യാങ് ആയിരുന്നു. ക്രിസ്മസോടെ കൊറിയയിൽ യുദ്ധം അവസാനിക്കും എന്ന് അമേരിക്കയും സഖ്യകക്ഷികളും കരുതി. എന്നാൽ നോർത്ത് കൊറിയയുടെ വടക്കോട്ട് സഖ്യസേന കീഴടക്കി നീങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ശത്രുവിനെ അവർക്ക് നേരിടേണ്ടി വന്നു: ചൈന. കൊറിയയും ചൈനയും വേർതിരിക്കുന്ന അതിർത്തിയാണ് യാലു നദി. നോർത്ത് കൊറിയ യുദ്ധത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടാൽ യാലു നദി കടന്ന് ചൈന വൻകരയിലേക്ക് അമേരിക്കയും സഖ്യവും കടക്കുമെന്ന് അവർ ഭയന്നു. മാവോ സേ തൂങ്ങിനെ ഈ കാലയളവിൽ സ്റ്റാലിന്റെ കയ്യിൽ നിന്നും കൊറിയൻ യുദ്ധത്തിൽ പങ്കുചേരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സീക്രട്ട് കേബിൾസ് കിട്ടിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒക്ടോബർ 25-ന് അൻസാനിൽ വെച്ച് സഖ്യസേന ഒരു ചൈനീസ് പട്ടാളക്കാരനെ പിടിച്ചു. ചൈനീസ് സേനയുടെ ആൾബലം എത്രയുണ്ട് എന്ന ധാരണ സഖ്യസേനയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇതിനോടകം ഏകദേശം 5 ലക്ഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ യാലു നദി താണ്ടി കൊറിയയിൽ യുദ്ധസജ്ജരായി നിലയുറപ്പിച്ചു. പെരുമ്പറ കൊട്ടി ഏകദേശം 3 ലക്ഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ സഖ്യസേനയെ ആക്രമിച്ചു. പിന്നീടുള്ള നാളുകളിൽ കൊറിയ സാക്ഷ്യം വഹിച്ചത് അമേരിക്കയും സഖ്യസേനയും അവരുടെ ആയുധങ്ങളും വാഹനങ്ങളും ഉപേക്ഷിച്ച് പിന്മാറുന്ന കാഴ്ചയായിരുന്നു. നവംബർ 30-ന് വാഷിംഗ്ടണിൽ നടത്തിയ പ്രസ് കോൺഫറൻസിൽ പ്രസിഡന്റ് ട്രൂമൻ ആറ്റോമിക് ബോംബ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ പ്രസ്താവന നടത്തി. 1951-ന്റെ തുടക്കത്തിൽ തെക്കൻ കൊറിയൻ തലസ്ഥാനമായ സിയോൺ വീണ്ടും കമ്മ്യൂണിസ്റ്റ് അധീനതയിലായി. എന്നാൽ കമ്മ്യൂണിസ്റ്റുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എയർ സുപ്പീരിയോറിറ്റി അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഉണ്ടായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റുകളുടെ മുന്നോട്ടുള്ള കടന്നുകയറ്റം തടയാൻ ഇതുകൊണ്ട് തന്നെ സഖ്യസേനയ്ക്ക് കഴിഞ്ഞു. സോവിയറ്റ് യൂണിയന്റെ MiG-15 കൊറിയൻ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും അമേരിക്കയുടെ F-86 സേബർ, F-9F പാന്തർ ഫൈറ്റർ ജെറ്റുകൾക്ക് മുന്നിൽ അവ നിഷ്പ്രഭമായി.
രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജർമ്മനിക്ക് നേരെ ഉപയോഗിച്ച അത്ര തന്നെ ബോംബുകൾ നോർത്ത് കൊറിയയിൽ അമേരിക്ക വർഷിച്ചു. ഏകദേശം 20 ലക്ഷം നോർത്ത് കൊറിയൻ സിവിലിയൻസ് അമേരിക്കൻ ബോംബിംഗിൽ മരിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു. തലസ്ഥാനമായ പിയോങ്യാങ് പൂർണ്ണമായും തകർക്കപ്പെട്ടു. ജനറൽ മക്കാർത്തർ ഇതിനോടകം ചൈനയുടെ മെയിൻ ലാൻഡ് ബോംബ് ചെയ്യണമെന്ന അഭിപ്രായക്കാരനായിരുന്നു. എന്നാൽ ട്രൂമൻ ഭരണകൂടം ഇതിന് അനുമതി നിഷേധിക്കുകയും ജനറൽ മക്കാർത്തറെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഒരു വർഷം പിന്നിട്ട കൊറിയൻ യുദ്ധം തുടങ്ങിയ സ്ഥലത്ത് തന്നെ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമാകാതെ സ്റ്റേറ്റ്മെന്റ് ആയി നിന്നു. ഇതിനിടയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകളും നടന്നിരുന്നു. ഇരു കൂട്ടരും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന യുദ്ധ തടവുകാരെ നല്ല രീതിയിലായിരുന്നില്ല ട്രീറ്റ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെ മിക്കവാറും സമാധാന ചർച്ചകൾ വഴിമുട്ടി. സഖ്യസേനയുടെ പിടിയിലുണ്ടായിരുന്ന 1,30,000 വരുന്ന കമ്മ്യൂണിസ്റ്റ് യുദ്ധ തടവുകാരിൽ പകുതി പേർക്കും തിരിച്ച് നാട്ടിൽ പോകണ്ട എന്ന നിലപാടുകാരായിരുന്നു. 1952 അമേരിക്കയിൽ ഇലക്ഷൻ വർഷമായിരുന്നു. പ്രസിഡന്റ് ട്രൂമൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരത്തിന് ഇറങ്ങിയില്ല. റിപ്പബ്ലിക്കുകൾ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായി നിർത്തിയത് വാർ വെറ്ററൻ ആയിരുന്ന എയ്സൻഹോവറിനെ ആയിരുന്നു. അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം തന്നെ ഐ ഷുഡ് ഗോ ടു കൊറിയ എന്നായിരുന്നു. ആ ഇലക്ഷനിൽ ഐസൻഹോവർ മൃഗീയ ഭൂരിപക്ഷത്തോടെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. ഇതോടൊപ്പം തന്നെ സോവിയറ്റ് യൂണിയനിലും മാറ്റങ്ങളുണ്ടായി. 1953 മാർച്ചിൽ സ്റ്റാലിൻ മരണപ്പെട്ടു. സ്റ്റാലിന് ശേഷം വന്ന സോവിയറ്റ് നേതാക്കൾ കൊറിയ യുദ്ധം അവസാനിപ്പിക്കണമെന്ന പക്ഷക്കാരായിരുന്നു. 1953 ജൂലൈ 27 ഇരു കൂട്ടരും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. നോർത്ത് കൊറിയയും ചൈനയും യുഎനും വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തപ്പോൾ സിഗ്മണ്ട് റീ വെടിനിർത്തൽ കരാറിനെ എതിർത്തു. കഷ്ടി 75,000 കമ്മ്യൂണിസ്റ്റ് യുദ്ധ തടവുകാരെ UN സഖ്യസേന കൈമാറി. 54,000 അമേരിക്കൻ സൈനികർക്കും 5 ലക്ഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾക്കും ജീവഹാനി സംഭവിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു. കൊറിയയിൽ ഏകദേശം 30 ലക്ഷത്തിൽ പരം തദ്ദേശീയർക്ക് ജീവഹാനി സംഭവിച്ചു എന്നും കണക്കാക്കപ്പെടുന്നു. 50 ലക്ഷത്തിൽ പരം കൊറിയക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു. കൊറിയൻ യുദ്ധത്തിൽ വ്യക്തമായ വിജയം ആർക്കും ഉണ്ടായിരുന്നില്ലെങ്കിലും സോഷ്യലിസ്റ്റ് ബ്ലോക്കിന് ഏറ്റ പരാജയമായിട്ടാണ് സോവിയറ്റ് ഫോറിൻ മിനിസ്റ്ററായിരുന്ന നിക്കോളെ ഫെഡോറിക്കോനെ പോലെയുള്ളവർ അഭിപ്രായപ്പെടുന്നത്. തെക്കൻ കൊറിയയിൽ സോഷ്യലിസ്റ്റ് ഭരണക്രമം നടപ്പിലാക്കുന്നതിനു വേണ്ടി നടത്തിയ യുദ്ധത്തിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. 67 വർഷങ്ങൾക്ക് ഇപ്പുറം കൊറിയ ഇപ്പോഴും 34 പാരലിൽ വിഭജിക്കപ്പെട്ടു തന്നെ ഇരിക്കുന്നു. നന്ദി, നമസ്കാരം.